ചെറുപ്പത്തിൽ അമ്മയുടെ കൂടെ ടൗണിലേക്ക് വൈകുന്നേരങ്ങളിൽ ഇറങ്ങിയ ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കാപ്പിയും ദോശ അല്ലെങ്കിൽ പൂരി മസാലയാണ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് പൂരി മസാല റെസിപ്പിയാണ്. ചെറുതായി കട്ട് ചെയ്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് 2 വിസിൽ വേവിച്ചെടുക്കുക. ഒരു സവാളയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ആവശ്യത്തിന് പച്ചമുളകും എടുത്തിട്ടുണ്ട്. വെന്ത് കിട്ടിയ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം. ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം മാറ്റാതെ തന്നെയാണ് ഉടച്ചു കൊടുത്തിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു ചെറിയ ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്. സവാളയും പച്ചമുളകും കറിവേപ്പിലയും അരിഞ്ഞ് മാറ്റി വയ്ക്കും. ഒരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്നും കടലപ്പരിപ്പും വറ്റൽമുളകും ചേർത്ത് കൊടുക്കും. ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും നിർബന്ധമില്ല. എല്ലാം ഒന്ന് നന്നായി വഴന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നീട് സവാള, പച്ചമുളക്, കറിവേപ്പില. പൂരി മസാലയിൽ നമ്മൾ മുളക് പൊടി ചേർക്കാറില്ല, അതുകൊണ്ട് തന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളകാണ് ചേർക്കേണ്ടത്. സവാള ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ക്യാരറ്റും കൂടെ ചേർക്കാം. ആണ് ഇതിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. 1/2 ടീസ്പൂൺ കടലമാവിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം നന്നായി വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് ഉരുളക്കിഴങ്ങിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. പിന്നീടാണ് നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഉരുളക്കിഴങ്ങും കടലമാവും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ തൂവിക്കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി പൂരി മസാല റെഡി ആയിട്ടുണ്ട്. പൂരി മസാലയാണെങ്കിലും ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചപ്പാത്തിയുടെയോ പൂരിയുടെയോ കൂടെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.